Hey guys, welcome to my channel. It's me, your Korean girl. ഈ വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇലയിലോ അല്ലാണ്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫ്രഷ് ഇലയിൽ ഫുഡ് വിളമ്പുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്ക് അറിയാവോ? എന്നാ അങ്ങനെ ഒരു സ്പോട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്താവേ. അതിന് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു വീഡിയോസിലും പറയാറില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാറുമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നാലേ കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് എവിടെയാണെന്ന് നോക്കിയാലോ. ഇത് വിതുരയിൽ നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴിയുള്ള കാട്ടിലെ കടയാണ്. ഒരുപാട് വ്ളോഗേഴ്സ് അവിടെ എത്തുകയും ഇതിനു മുമ്പ് തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിന് വരെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അസാധ്യമായ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പോലും കഞ്ഞിവെള്ളം കുടിക്കാറില്ല. കഞ്ഞിവെള്ളം, ഞങ്ങളൊക്കെ കഞ്ഞിവെള്ളം, തിരുവനന്തപുരംകാരി കഞ്ഞിവെള്ളം എന്നൊക്കെ പറയും. അപ്പം ഞാൻ വീട്ടിൽ പോലും കുടിക്കാറില്ലാത്ത ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ച് മേടിച്ച് കുടിക്കായിരുന്നു. അത്രയും അസാധ്യമായിട്ടുള്ള ടേസ്റ്റാണ്. സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ള കറികളിൽ അസാധ്യ ടേസ്റ്റാണ്. മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഈ ഇല തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വാഴയിലയല്ല എന്നെനിക്ക് തോന്നുന്നു കാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇലയിലാണ് അവിടെ ഫുഡ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ചിക്കൻ തോരനാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ വാരി വലിച്ച് തിന്നു. ഈ ചോറിൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ അവസാനം ആ ചീനിയും ചിക്കൻ തോരനും കൂടി ഇട്ടൊരു പിടി പിടിച്ച് മോനെ എന്ത് ടേസ്റ്റായിരുന്നെന്ന് അറിയാവോ. എത്ര വേണമെങ്കിലും അവർ നമുക്ക് ഫുഡ് തരും കേട്ടോ. നമുക്ക് മടുക്കുന്ന വരെ അവർ ഫുഡ് തരും. ഇനി എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അവിടെ എപ്പോഴും നല്ല തിരക്കാണ്. എഴുന്നേറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, അടുത്ത ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. അപ്പോൾ വിതുര ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നവർ ഈ കട മിസ് ചെയ്യരുത്. ഈ കട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡാമിലേക്ക് പോകുമ്പോൾ ഇത് കഴിഞ്ഞാൽ വേറൊരു ഒറ്റ കട പോലും ഇല്ല. അപ്പോൾ ലാസ്റ്റ് കട ഇതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ പുറത്ത് കാടാണ്, ഭയങ്കര സൈലൻ്റ് റോഡാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്പോട്ട് മറക്കണ്ട. എവിടെയാണെന്ന് അറിയാലോ, വിതുര ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഏല അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. അവരെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നീറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, കാട്ടിലെ കട. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് പോവുക. വൺസ് അഗെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.